കാലത്ത് ഞാനൊരു മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീൻ എടുക്കാനാണ് ഉദ്ദേശിച്ചത്. അതാണ് ഞാൻ ഷടപ്പടി എന്ന് ചായ കുടിച്ചിട്ട് പെട്ടെന്ന് പോയി ഫേസ് വാഷ് എടുത്തിട്ട് വന്നത്. ഇതെൻ്റെ പ്ലിക്സിൻ്റെ ആക്റ്റീവ് ആക്നെ ജാമിൻ കൺട്രോൾ ഫേസ് വാഷാണേ. കാലത്ത് ഇത് തന്നെ യൂസ് ചെയ്യുന്നത് അത്ര നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് മുഖക്കുരു നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോൾ കുറച്ച് വെള്ളം വെച്ച് നന്നായിട്ട് കയ്യിൽ പതപ്പിച്ച് ആക്റ്റീവ് ആക്കിയിട്ട് മാത്രം മുഖത്ത് വയ്ക്കുക. 2-3 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് പോയി വാഷ് ചെയ്ത് കളയാം കേട്ടോ. വാഷ് ചെയ്തിട്ട് ടവലോ ഒന്നും വെച്ച് തുടയ്ക്കാതെ മാക്സിമം പാട്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. ഞാൻ ആക്ച്വലി ഈ വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചത് വേറെ ലെവലാണ്. ഇതിപ്പോൾ എൻ്റെ കെട്ടിൻ്റെ ഡ്രസ്സാണ്, അത് പോയി മാറിയിട്ട് നമുക്ക് നമ്മളെ ഡ്രസ്സിലോട്ട് വരാം. ഞാൻ ഉദ്ദേശിച്ചത് ഒരു സ്കിൻ കെയർ റൊട്ടീൻ വീഡിയോ ആണ്. പക്ഷേ ഇതിനകത്ത് പ്രതീക്ഷിക്കാതെ ഒരു അതിഥി കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഐസ് മസാജിന് കുറച്ച് പേർക്കൊരു ഡൗട്ടുണ്ട്. ഐസ് ഡയറക്റ്റ് മുഖത്ത് വെക്കുമ്പോഴത്തേനും സൺ സെൻസിറ്റീവ് ആവാനും അതുപോലെ തന്നെ ഐസ് ബേൺ ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ടോന്ന്. ഒരിക്കലും ഇല്ല കേട്ടോ, സെൻസിറ്റീവ് സ്കിൻകാർക്ക് മാത്രമേ അത് വരാനുള്ള ചാൻസ് ഉള്ളൂ. അതെ, അത് ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇട്ടപ്പോഴേ കുറച്ചുപേര് ചോദിച്ച്, ഇവിടെ ഈ പ്ലാസ്റ്റിക് ഒക്കെ പറക്കാൻ വരുന്ന ആക്രി പറക്കാൻ വരുന്ന അമ്മമാര് മിച്ചറൊന്നും കൊണ്ട് കൊടുക്കൂല, നിനക്ക് ഏത് അമ്മ കൊണ്ട് തന്നെന്ന് ചോദിച്ച്. ഈ മിച്ചറ് ജിലേബി ലഡുവൊക്കെ ഉണ്ടാക്കണ അമ്മ ആർക്കും അറിയാൻ വയ്യ. ഭർത്താവല്ല കൊറേ പിള്ളേര് വെച്ച്. ഇങ്ങോട്ട് നോക്കട്ടെ, ഇതാണ് എനിക്ക് മിച്ചറ് അവല് മുറുക്ക് ഒക്കെ കൊണ്ട് തരുന്ന അമ്മ അല്ലേ അമ്മ? ഇതൊക്കെ ആരുണ്ടാക്കുന്ന? അതൊക്കെ ആരുണ്ടാക്കുന്ന? ഞാൻ തന്നെ ഉണ്ടാക്കുന്ന. അമ്മയ്ക്ക് പിന്നെ മീഡിയം കൊള്ളാമോ? ആള് കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. എന്റെ മോന്റെ മോളാണ്. എന്റെ മോന്റെ മോളാണ്. എന്റെ മരിച്ചുപോയ ഉമ്മക്ക് പകരമാണ് ഞാൻ അമ്മേനെ കാണുന്നത്. അപ്പോൾ പ്രതീക്ഷിക്കാതെ വന്ന് എനിക്കൊരു കുഞ്ഞു സന്തോഷം, അതുപോലെ 2 കുഞ്ഞു മുറുക്ക് 2 കുഞ്ഞു മിച്ചറ് തന്നിട്ടാണ് അമ്മ പോയത്. അമ്മ പോയിട്ടില്ല കേട്ടോ, ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഐസ് മസാജൊക്കെ അവസാനിപ്പിച്ചൊന്ന് പാഡ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തു. വെയിറ്റ് ചെയ്ത സമയത്തിന് അമ്മയ്ക്ക് അത് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര കട്ടിയുള്ള കാടുപടായിരുന്നു. അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുമെന്ന് ചോദിച്ചു. ഞാൻ പോയി കട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് തിരുമ്പി വന്ന് നമ്മളെ പഴയ പരിപാടി തന്നെ തുടങ്ങി. ഇത് ടോണറാണ്, പ്ലമിൻ്റെ റോസ് വാട്ടർ ടോണറാണ്. ടോണർ അടിച്ചു കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് 2 വിരലിൻ്റെ അറ്റം കൊണ്ടിട്ട് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ടോണർ ഒന്ന് അബ്സോർബായി തീർന്നതിന് ശേഷം ഒരു ചെറിയ ഡം സ്കിൻ സ്റ്റേറ്റിൽ തന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് മോയ്സ്ചറൈസർ ഒന്ന് ഉണങ്ങി സ്കിന്നിലൊന്ന് സെറ്റ് ആയതിനു ശേഷം ഒരു സൺസ്ക്രീൻ ഇട്ട് കൊടുക്കും. എന്നിട്ടില്ല ഞാനൊന്ന് ലിബാം ഇട്ട് കൊടുത്തു. എൻ്റെ ലിബാം .9 ഞാൻ ഇതുവരെ തീർക്കാത്തൊരു ലിബാമാണത്. അതിനുശേഷം സൺസ്ക്രീൻ ഇട്ട് കൊടുത്തു. ബോഡി സൺസ്ക്രീൻ ആണ് ഇത്, വിഷ് കെയറിൻ്റെ ബോഡി സൺസ്ക്രീൻ ആണ്. ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. ബൈ.